ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ക്യാൻവാസ് ഉപയോഗിച്ചിട്ട് ചുരിദാറിൻ്റെ നെക്ക് എങ്ങനെയാണ് തയ്ക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആ ക്യാൻവാസ് നമ്മൾ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ചിലാണ് ഇവിടെ നെക്ക് വിഡ്ത്ത് എടുത്തിരിക്കുന്നത്. നെക്ക് ലെങ്ത്ത് 6 ഇഞ്ച്, അതിൽ 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡറിൻ്റെ കൂടെ തയ്ച്ചു പോകും. അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ 5.5 ഇഞ്ചാണ് നമുക്ക് നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് കിട്ടുന്നത്. വിഡ്ത്ത് 3 ഇഞ്ച് തന്നെ. അതിനതാ ഒരു ബോക്സ് ആക്കി വരച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം. ഇങ്ങനൊരു ഡിസൈനാണ് നമ്മളിതിൽ വരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് 1 ഇഞ്ച് വീതം മാർക്കിംഗ് കൊടുക്കാം. നമ്മളിങ്ങനെ എക്സ്ട്രാ 1 ഇഞ്ച് കൊടുക്കുന്നത് തയ്ച്ച് കഴിയുമ്പോൾ ഉള്ളിലും ഒരുപോലെ വൃത്തിയായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി കട്ട് ചെയ്ത് കൊടുക്കാം. ഉള്ളിൽ കട്ട് ചെയ്യുമ്പോഴിതാ ഇങ്ങനെ ഒരു പീസ് ഇവിടെ നിർത്തിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അയൺ ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ എക്സ്ട്രാ പീസ് മേലെ നിർത്തിയത് അയൺ ചെയ്യുമ്പോൾ നെക്ക് വിഡ്ത്ത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹാഫ് ഇഞ്ച് മടക്കി തയ്ക്കാൻ നിർത്തിയിട്ട് ബാക്കിയുള്ള തുണികൾ കട്ട് ചെയ്ത് കളയാം. അരികുവശം നമുക്കൊന്ന് മടക്കി തയ്ക്കാം. കോർണർ എത്തുമ്പോൾ സൂചി ഒന്ന് താത്തി കൊടുക്കുക, ഫൂട്ടറിനൊന്ന് മേലേക്ക് ആക്കുക. എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് പതുക്കെ വേണം നമ്മൾ തയ്ക്കാനായിട്ട്. ഇനി അതിൻ്റെ സെൻറ്ററിൽ ഒരു നോച്ച് ഇട്ട് കൊടുക്കാം. ഇനി തയ്ക്കേണ്ട തുണിയുടെ നല്ല വശത്തേക്ക് ക്യാൻവാസിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക. സെൻറ്റർ നോച്ചുകൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് തയ്ക്കുമ്പോൾ തെന്നി പോകാതെ നീറ്റായിട്ട് തയ്ച്ചെടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ സെൻറ്ററിൽ നിന്ന് താഴത്തേക്ക് തയ്ക്കും. എന്നിട്ട് റൈറ്റിലോട്ട് തയ്ച്ചു പോകും. എന്നിട്ട് ലെഫ്റ്റിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്കാണ് തയ്ച്ച് നിർത്തുന്നത്. ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കോർണർ എത്തുമ്പോൾ സൂചി ഒന്ന് താത്തി കൊടുക്കുക, ഫൂട്ടറിനൊന്ന് പൊക്കി കൊടുക്കുക. എന്നിട്ട് തുണിയെ തിരിച്ചു വെച്ച് സ്ലോവിൽ വേണം നമ്മൾ തയ്ക്കാൻ. കാലിഞ്ച് തയ്യൽ തുമ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ള തുണികൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ചെറിയ നോച്ചസ് അഥവാ കട്ട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ക്യാൻവാസിനെ ഉള്ളിലേക്ക് വെച്ചിട്ട് അരികിലൊന്ന് തയ്ച്ചു കൊടുക്കാം. ഇനി ക്യാൻവാസിനെ ആ ലൈനിങ്ങിലോട്ട് വെച്ചിട്ടൊന്ന് തയ്ച്ചു കൊടുക്കാം. തയ്ക്കുമ്പോൾ മെയിൻ ക്ലോത്ത് പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് ഉള്ളിലും നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.